കത്തുന്ന വേനലിൽ മലയോരത്തെ പ്രധാന ജലസംഭരണിയായ ആവുള്ളാംകായം അടക്കം വറ്റിവരളുമ്പോൾ മലമടക്കുകൾക്ക് മുകളിലുള്ള ക്ഷേത്രകുളം അത്ഭുതകരമായ കാഴ്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2800 അടി ഉയരത്തിലുള്ള കാവേരികുളം ദേവീക്ഷേത്രത്തിലെ കുളമാണ് ഒരിക്കലും പറ്റാതെ ജലസമൃദ്ധിയായി നിൽക്കുന്നത്. ഈ കത്തുന്ന വേനലിലും പാറക്കൂട്ടത്തിനിടയിലെ ഈ ചെറിയ കുളം ഇവിടെ എത്തുന്നവർക്ക് ഒരു അത്ഭുത കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. വെള്ളം എടുക്കുന്തോറും വീണ്ടും കുളം നിറഞ്ഞ് വെള്ളം എത്തുകയാണ്. പുഴയിലെ മീനുകൾ ചൂടുകൊണ്ട് ചത്തുപോകുമ്പോൾ ഈ കുളത്തിലെ മീനുകൾ വെള്ളത്തിൽ നീന്തി ഉല്ലസിക്കുന്ന കാഴ്ചയും മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ്. ഈ സംസ്ഥാനത്ത് ഒട്ടാകെ കൊടിയ വരൾച്ചയും ജലക്ഷാമമൊക്കെ നേരിടുന്ന ഈ സമയത്ത് ചെറുപുഴ പഞ്ചായത്തിലെ വലിയ പുഴയായ ചെറുപുഴ പുഴയിൽ വലിയൊരു കയമുണ്ട്, ആവുള്ളക്കയം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ജലങ്ങളൊക്കെ കാണുന്നതും വളരെ ഏറെ താഴ്ചയുള്ള പ്രദേശമാണ്. ഈ ഒരു വേനലിൽ ആ ആവുള്ളക്കയം അടക്കം വറ്റി വരേണ്ട സാഹചര്യത്തിൽ തിരുമേനിയിലെ കാവേരികുളം ക്ഷേത്രത്തിലെ കുളം ഒരു അത്ഭുതമെന്ന രീതിയിൽ ഇപ്പോഴും നമുക്ക് വിസ്മയം തീർക്കുന്നു. കാരണം ഇപ്പോഴും ആ കുളത്തിൽ നിറഞ്ഞ വെള്ളവും ആ കുളത്തിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ ചൂട് വരുന്ന സമയത്ത് പാറയുടെ നടുക്കുള്ള ആ കുളത്തിൽ നല്ല തണുത്ത ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം അടിയിലോട്ട് ആ ഒരു ജലത്തിൻ്റെ സമ്പത്ത് അവിടെ ഉള്ളതിനുള്ള പ്രതീതിയാണ്. ഈ നാടിനെ ഒന്നൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ ഈ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കുന്നത്. കാവേരികുളം ദേവി ക്ഷേത്രത്തിലെ ഈ കാഴ്ച കാണാനും ക്ഷേത്രത്തിലുമായി നിരവധി പേരാണ് ഇപ്പോൾ ഇങ്ങോട്ടെത്തുന്നത്. തിരുമേനി ടൗണിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിസ്മയമായ ഈ കുളം കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം ശിവഗിരി മഠം ഏറ്റെടുത്ത പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. ശാരദാ മഠമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മലയോരത്തിന് കാവേരികുളം വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. ഇപ്പോൾ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളടക്കം ഇങ്ങോട്ട് എത്തിത്തുടങ്ങി. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്.